വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം തുടരുന്നത്. ഇന്നലെ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് ജാഥയെ സ്വീകരിച്ചത്. 10,000-ങ്ങളായിരുന്നു സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. കൊടുവള്ളി, ബാലുശ്ശേരി സ്വീകരണ കേന്ദ്രങ്ങളിലും ആയിരങ്ങൾ ജാഥയെ സ്വീകരിക്കാനെത്തി. LDFന്റെ സംഘടന കരുത്ത് വിളിച്ചോറുന്ന വരവേൽപ്പാണ് എല്ലായിടങ്ങളിലും ജാഥയ്ക്ക് ലഭിച്ചത്. വിവരങ്ങളുമായി പി വി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇന്നത്തെ ജാഥയുടെ പര്യടന വഴികൾ കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണെന്ന്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം എങ്ങനെയാണ്? ആദ്യ സ്വീകരണ കേന്ദ്രം എവിടെയാണ്? മനു, ഗുഡ് മോർണിംഗ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ജാഥയുടെ പര്യടനം. കോഴിക്കോട്ടെ LDFന്റെ സംഘടനാ സംവിധാനം, ബഹുജന അടിത്തറ വിളിച്ചോന്ന രീതിയിലായിരുന്നു ഇന്നലെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെ ജനപങ്കാളിത്തം. ഇന്നും അതിന് സമാനമായ വൻ ജനാവലി തന്നെ ഓരോ കേന്ദ്രങ്ങളും ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി എത്തും. രാവിലെ പേരാമ്പ്രയിലാണ് ആദ്യ സ്വീകരണം, അതിനുശേഷം നാദാപുരം, പിന്നീട് കുറ്റ്യാടി, വൈകിട്ട് വടകര. ഈ മേഖലകളിലൊക്കെ LDFന് വലിയ രീതിയിലുള്ള ബഹുജന അടിത്തറയുള്ള മേഖലകളാണ്. ഇവിടങ്ങളിലൊക്കെ 10,000-ങ്ങൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും MP ഗോവിന്ദൻ മാസ്റ്ററെയും ജാഥാംഗങ്ങളെയും സ്വീകരിക്കുന്നതിനും പ്രസംഗങ്ങൾ കേൾക്കുന്നതിനും വേണ്ടിയും ഒഴുകിയെത്തും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ ബാലുശ്ശേരി ഇന്നലെ വൈകിട്ട് ബാലുശ്ശേരിയിലായിരുന്നു ഇന്നലത്തെ സമാപനം. ബാലുശ്ശേരിയിലായിരുന്നു. ഇവിടെ ബാലുശ്ശേരി കണ്ട ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നത്. ജാഥ എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ സ്വീകരണ വേദിയും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളുമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ബാലുശ്ശേരിയിലാണ് MP ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുക. അതിന് തൊട്ടു മുമ്പായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളുമായി ജാഥാ ക്യാപ്റ്റനും ജാഥാംഗങ്ങളും സംവദിക്കും. അതിൽ നവകേരളം പടുത്തുയർത്തുന്നതുമായി ബന്ധപ്പെട്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർന്നുവരും. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെ ജാഥാ ക്യാപ്റ്റനുമായി CPIM സംസ്ഥാന സെക്രട്ടറിയുമായി ഈ പങ്കെടുക്കുന്ന ആൾക്കാർ, മുഖാമുഖത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ സംവദിക്കും. അതിൽ വളരെ കൃത്യമായ മറുപടികൾ ഓരോ കേന്ദ്രങ്ങളിലും ഈ കാണുന്ന ആൾക്കാരുടെ വിഷയങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ ആ സമയത്ത് തന്നെ പരിഹരിച്ചുകൊണ്ടാണ് MP ഗോവിന്ദൻ മാസ്റ്ററും ജാഥാംഗങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. രാവിലെ 8:30 ആ പരിപാടി. അതിനുശേഷം 9:30 വാർത്താ സമ്മേളനം. അതിനുശേഷമാണ് പേരാമ്പ്രയിലെ സ്വീകരണം. കഴിഞ്ഞ 10 വർഷക്കാലമായി LDF സർക്കാർ നടപ്പിലാക്കി വരുന്ന സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും ഈ ജാഥാ ക്യാപ്റ്റനും ജാഥാംഗങ്ങളും ഒക്കെ ജനങ്ങളോട് വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നവകേരളം പടുത്തുയർത്തുന്നതിന് വേണ്ടി ഇതുവരെ ഉണ്ടാക്കിയ വികസന നേട്ടങ്ങൾ തുടരുന്നതിന് വേണ്ടി LDF സർക്കാർ 3ാം തവണയും തുടരേണ്ടതിൻ്റെ ആവശ്യകത അതൊക്കെ ജനങ്ങളോട് സംവദിക്കുകയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും. ഇന്നലെ വയനാട്ടിലെ സ്വീകരണം പൂർത്തിയാക്കിയാണ് കോഴിക്കോടേക്ക് ചുരമിറങ്ങി കോഴിക്കോട് മണ്ണിലേക്ക് എത്തിയത്. ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ തന്നെ, നാളെയും മറ്റന്നാളും കോഴിക്കോട് ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുക. മനു, ശരി, ഓക്കെ, താങ്ക് യു. കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കുട്ടൻ നമുക്ക് നൽകിയത്. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ ജനസഞ്ചയമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്.